إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മരണാനന്തര ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൻ്റെ അഹ്ലുകാരാവുകയും ചെയ്യുന്നതിനുള്ള നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി അതിനാവശ്യമായ അമലുകൾ, ഇബാദത്തുകൾ നിരന്തരമായി നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. ഒന്ന് തളർന്നു പോയാൽ, ഒരു അസുഖം വന്ന് ക്ഷീണിച്ചാൽ, രോഗാതുരമായ സാഹചര്യങ്ങൾ സംജാതമായാൽ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒന്നൊന്നായി കുമിഞ്ഞു വീണാൽ, അത്തരം ദുർഗതികളിൽ അകപ്പെടുമ്പോഴല്ല നമ്മുടെ കഴിഞ്ഞുപോയ സമയത്തെ സംബന്ധിച്ചുള്ള വേവലാതികളും ആവലാതികളും ഉണ്ടാവേണ്ടത്. അള്ളാഹു നമുക്ക് ഒരൊറ്റ അവസരമാണ് നൽകുന്നത്. റീടേക്കുകളില്ല, യു ടേൺ എടുക്കുവാൻ അവസരമില്ല. ഏതെങ്കിലും സയൻസ് ഫിക്ഷനുകളിൽ പറയുന്നത് പോലെ ഒരു ടൈം മെഷീനുകൾ കണ്ടുപിടിച്ച് പഴമയിലേക്ക് തിരിച്ചുപോയി നമുക്ക് പാകപ്പിഴവുകൾ പരിഹരിച്ചുകൊണ്ട് ബോധോദയത്തോടു കൂടി പ്രവർത്തിക്കുക എന്നത് ജീവിതത്തിൽ ഒരിക്കലും സാധ്യമല്ല. കൊഴിഞ്ഞുപോയത്, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല തന്നെ. എന്നാൽ മരണാനന്തര ജീവിതത്തിൽ നാളെ പരലോകത്ത് അള്ളാഹു തനിക്കൊരുക്കിയിട്ടുള്ള കർമ്മഫലം അത് നരകമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആവലാദികളും വേവലാദികളുടെയും സമയത്ത് അള്ളാഹു അവരോട് പറയുന്നത്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ആവശ്യത്തിന് ചിന്തിക്കാൻ കഴിയും വിധം നിങ്ങൾക്കൊക്കെ ഞാൻ ആയുസ് തന്നിരുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിയില്ല? ഇനിയുള്ള ഖേദപ്രകടനം കൊണ്ട് കാര്യമില്ല എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന ഒരു മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ഒരു വിചാരത്തോടു കൂടിയുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഇനി നമ്മൾ ചിന്തിക്കുക, ചെറുതും വലുതുമായി
ഇടയ്ക്കും പലപ്പോഴായും നാം നിർവഹിക്കുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. നാം ഈ ചെയ്യുന്ന അമലുകൾ ഇത് നമുക്ക് ഗുണം ചെയ്യേണ്ടത് പരലോകത്താണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു അമല് അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുമോ എന്നതിനെക്കുറിച്ചും ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു അമല് നാളെ പരലോകത്ത് നമുക്ക് ഗുണം നൽകണമെങ്കിൽ, അതുകൊണ്ട് ഗുണം ലഭിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഒരു സത്യവിശ്വാസി ഒരു അമല് ചെയ്യുമ്പോൾ എന്തിനാണ് ഈ അമല് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഒരു അമല് ചെയ്യാനുള്ള ഒരു മോട്ടീവ്, ഒരു പ്രചോദനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയുമാണ്. എല്ലാവരും ജുമക്ക് വരുന്നു, എല്ലാവരും നോമ്പ് കൊടുക്കുന്നു, എല്ലാവരും സദഖ ചെയ്യുന്നു. ഇപ്പൊ ഞാനായിട്ട് ചെയ്യാതിരിക്കണ്ട എന്നല്ല, ഇത് ഞാൻ എൻ്റെ റബ്ബ് ആവശ്യപ്പെട്ടത് കൊണ്ട് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന ആ കറകളഞ്ഞ ഇഖ്ലാസ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രചോദനമായി നിലകൊള്ളണം. രണ്ടാമത്തെ കാര്യം, ചെയ്യുന്ന അമല് അവനവന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്ന ബോധ്യമുണ്ടാവണം. സൂറത്തുൽ ഇസ്രാഇന്റെ 19-ാം സൂക്തത്തിലെ ഒരു ആയത്ത്, വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് ആവശ്യമായ രൂപത്തിലുള്ള അമല് ചെയ്യുന്ന ആളുകൾ, വഹുവ മുഅ്മിൻ, സത്യവിശ്വാസിയായിക്കൊണ്ടാണ് അതിനാവശ്യമായ അതിൻ്റെതായ അമൽ ഒരാൾ ചെയ്യുന്നത് എങ്കിൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, എങ്കിൽ അവരുടെ അമലുകൾ അല്ലാഹുവിങ്കൽ പ്രതിഫലാർഹമായി അയാൾക്ക് വേണ്ടി അത് പരിഗണിക്കപ്പെടുന്നതാണ് എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആയത്തിന്റെ സ്വഭാവം എന്തെങ്കിലുമൊക്കെ അമല് ചെയ്യുക എന്നല്ല, മറിച്ച് കൃത്യമായ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം അതിൻ്റെതായ പരിശ്രമം നടത്തണം. ദീന് നിർദ്ദേശിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള കുറ്റമറ്റ അമലുകൾ ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ മൂന്നാമതായി നമുക്ക് ബോധ്യമുണ്ടാവേണ്ട ഒരു കാര്യം, അമല് ചെയ്തിട്ട് അത് പരലോകത്ത് ഗുണപരമായി മാറാത്ത ഒരുപാട് ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കാറുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഗാശിയ. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. വജൂഹുൻ യൗമഇദിൻ ഖാശിഅ, ചില മുഖങ്ങൾ പരലോകത്ത് ഭയം കാരണം, അപമാന ഭയം കാരണം താഴ്ന്നു നിൽക്കും. ഒന്ന് തല ഉയർത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ചില ആളുകൾ ഉണ്ടാവും. പക്ഷെ അവരവസ്ഥ എന്തായിരുന്നു? ആമിലത്തുൻ നാസിബ, ഒരുപാട് പ്രവർത്തിച്ചതിന്റെ ക്ഷീണമുണ്ട്. തസ്ലാ നാറൻ ഹാമിയ, കുറെ അമല് ചെയ്തണ്, പക്ഷെ അവര് നരകത്തിൽ കടന്നെരിയുമെന്ന് വിശുദ്ധ ഖുർആന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് അമല് ചെയ്തിട്ടും പരലോകത്ത് ഗുണം ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചും നമുക്കൊരു ധാരണ വേണം. നമ്മൾ അമല് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കാം, ഇപ്പൊ സാധാരണ ഈ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഒരു ക്ലീഷേ ഡയലോഗ് ഉണ്ട്, ഭാര്യ വിചാരിച്ചതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പറയാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം എനിക്ക് ഉണ്ടായിട്ടില്ല, കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് വരെ ഇന്റെ ഒരു കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടില്ലല്ലോ എന്ന് ചില ഘട്ടങ്ങളിൽ സ്ത്രീകൾ പറഞ്ഞു പോകും. അതിനെന്താ മനസ്സിലാവണത്? ആ ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒരാൾ ചെയ്തതൊക്കെ പുകയായി എന്ന് അയാൾ ബോധ്യപ്പെടുന്ന നിമിഷമുണ്ട്. രക്ഷിതാക്കൾ മക്കളിൽ നിന്ന് ചില പഴി കേൾക്കുമ്പോൾ മക്കള് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് രക്ഷിതാക്കളിൽ നിന്നുള്ള ഒരു സമീപനമില്ലെങ്കിൽ രക്ഷിതാക്കളെ തള്ളി പറയുമ്പോൾ ആ സമയത്ത് ഉപ്പയോ ഉമ്മയോ പറയും, എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാനൊക്കെ ചെയ്ത്, എന്നിട്ട് അവർ ഇതിനൊരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്.
ദുനിയാവിൽ നമുക്ക് സമാനമായി കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും തൊഴിലിടങ്ങളിലും ഇതുപോലെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. ചെയ്യേണ്ടത് ചെയ്തു, അവസാനം പഴി കേൾക്കുക. ചെയ്യേണ്ടത് ചെയ്തു, ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയിൽ ആക്ഷേപങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞതുപോലെ പരലോകത്ത് നമ്മൾ ചെയ്ത അമലുകളുമായി അവിടെ എത്തിയാലും ഗുണമില്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറത്ത് മുഹമ്മദിലെ 33-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവിടുത്തെ പ്രവാചകനെ അനുസരിക്കുക. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നിങ്ങൾ നിഷ്ഫലമാക്കാതിരിക്കുക. അതായത് ആ കാര്യങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും കൃത്യമായി അനുസരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ പോലും നിഷ്ഫലമാകും എന്ന ഒരു സൂചന വിശുദ്ധ ഖുർആൻ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ചെയ്ത ഏത് അമലും നാളെ പരലോകത്ത് അത് ഗുണപരമാകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ദീന് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ചില ആളുകൾ അമലൊക്കെ ചെയ്യും, പക്ഷെ അമലിന്റെ ഗുണം അവർക്ക് ലഭിക്കാതെ പോകും. അതിന്റെ ഒരു ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്ക് ഹറാമ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഹറാമ് ചെയ്യാൻ അവസരം കിട്ടി, അയാൾ ചാൻസ് മുതലാക്കും, ആ ഹറാമ് ചെയ്യും. കള്ളുടിക്കലാവട്ടെ, അവിഹിതമാവട്ടെ, മറ്റെന്തെങ്കിലും തോന്നിയാസാട്ടെ, ഒരു ഹറാമ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ അയാൾ അതാണ് ചെയ്യും. ചിലപ്പോൾ സ്വകാര്യതയിലാവാം, ഏതെങ്കിലും ടൂറിന്റെ സന്ദർഭത്തിലാവാം, ഏതോ ആവാം. ഹദീസ് പരിശോധിക്കുക, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ. തിഹാമ പർവ്വതത്തോളം അമലുകളുമായി നാളെ പരലോകത്ത് വരുന്ന ഒരു കൂട്ടരുണ്ട്. ഒരുപാട് അമലുകളുണ്ട്. അങ്ങനെ ആ അമലുകളുമായി വന്ന ആളുകളുടെ അവസ്ഥ, ഫയജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറ, ഈ അമല് മുഴുവൻ പാറിപ്പോകുന്ന ചിതറിയ ധൂളികളായി അള്ളാഹു മാറ്റും. ഈ വാചകം കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ സൗബാൻ റളിയല്ലാഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, റസൂലേ ഇതെന്താണെന്ന് വിശദീകരിച്ചു തരേ, ഞങ്ങളും ഇനി അതേപോലെ ആവാതിരിക്കാനാണ്. തിഹാമ പർവ്വതത്തോളം അമലുമായി വന്നിട്ട് നാളെ പരലോകത്ത് അള്ളാഹു ഈ അമലുകളൊക്കെ നിഷ്ഫലാക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു തരി. അത് മനസ്സിലാക്കിയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളെ കൂട്ടുകാർ തന്നെയാണ്, സഹോദരങ്ങൾ തന്നെയാണ്. വമിൻ ജിൽദതികും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടതാണ്. വയഅഖുദൂന മിനൽ ലൈലി കമാ തഅഖുദൂൻ, രാത്രി നിങ്ങൾ അമലെടുക്കുന്നത് പോലെ അവരും അമലെടുക്കുന്നു. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹകൂഹാ, അള്ളാഹ് നിഷിദ്ധാക്കിയ ഒരു കാര്യവുമായി ഒറ്റപ്പെട്ടാൽ, ഒരു ഹറാമ് ചെയ്യാൻ അവസരം ലഭിച്ചാൽ അവരത് യഥേഷ്ടം പ്രവർത്തിക്കുന്നതാണ്. ഈ ഒരു സ്വഭാവമുണ്ടോ, അവര് പർവ്വത സമാനമായ പ്രവർത്തനങ്ങളുമായി പരലോകത്തെത്തിയാലും അള്ളാഹു അവരുടെ അമലുകൾ പാറിപ്പോകുന്ന ധൂളികളാക്കുമെന്നാണ്. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, വഅന്നഹും കാനൂ യഫഅലൂന ദാലിക ദായിമ, ഏത് സമയത്തും ഹറാമ് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ആ ചാൻസ് മുതലാക്കുന്ന ആളുകളാ. അതായത് രഹസ്യമായും പരസ്യമായും ഹറാമ് ചെയ്യുന്നു എന്നല്ല, പക്ഷെ ഹറാമ് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ അവർ ആ സിറ്റുവേഷൻ ഹറാമ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുമെന്നാണ്. ആ രീതി വലിയ അബദ്ധമാണ്, അപകടമാണ്. അവിഹിതം, അനാശാസ്യങ്ങള്, തോന്നിവാസങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയ ചില ആൾക്കാർ ന്യായീകരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഒന്ന് വ്യഭിചരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയ നിങ്ങളും ചെയ്യൂലേ എന്നൊക്കെ ചോദിക്കും. ആരും ചെയ്യുമല്ലോ എന്ന് പറയും. ആരും ചെയ്യും എന്നല്ല, അങ്ങനെ അവസരം കിട്ടിയാലും റബ്ബിനെ ഭയപ്പെട്ട് ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഈമാനിക കരുത്താണ് സത്യവിശ്വാസികൾക്ക് വേണ്ടത്. അല്ലാതെ അവസരം കിട്ടിയാൽ അതിലേക്ക് ചാടി വീഴുകയല്ല വേണ്ടത് എന്നതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. ഇപ്പൊ നമ്മുടെ നാട്ടില് പണ്ടത്തെ പോലെ അല്ല ഹറാമ് ചെയ്യാൻ. ഇപ്പം പഴമക്കാരെ പറയും, പണ്ടൊക്കെ ഒരു
ഒരു അശ്ലീലം കാണണമെങ്കിൽ അത്ര എളുപ്പമല്ല. നമ്മളെ നാട്ടിലൊരാൾക്ക് ഒരു സിനിമാ ഹാളിൽ പോകുന്നത് അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു സിനിമ കാണുന്നത്, എല്ലാ സിനിമയും കണക്കാണ്, എന്നാൽ ഉള്ളതിൽ കൂടുതൽ വൾഗറായതൊന്ന് കാണണമെന്ന് വിചാരിച്ചാൽ അത് എളുപ്പമല്ല. അത് ആരെങ്കിലും കാണും, അറിയും, പ്രശ്നമാണ്. ഇന്ന് എന്ത് സുഖ, മൊബൈൽ ഫോണിൽ ആവശ്യമുള്ളത് ടെലിഗ്രാം എങ്കിൽ ടെലിഗ്രാം, OTT എങ്കിൽ OTT, യൂട്യൂബ് എങ്കിൽ യൂട്യൂബ്, എല്ലാ തോന്നിവാസങ്ങളും കയറൂരി തുറന്നു വിടപ്പെട്ട ഒരു സാഹചര്യമാണ്. അവനാന്റെ സമയവും സ്വകാര്യത ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസം ചെയ്യാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തഴച്ച് വളരുന്ന മസാജ് സെന്ററുകൾ, എന്താണ് ഈ മസാജ് സെന്റർ എന്ന് പറഞ്ഞാൽ? ക്രോസ് മസാജ് ഉണ്ടെന്നാ പറയുന്നത്. പെണ്ണ് ആണുങ്ങൾക്ക് മസാജ് ചെയ്തു കൊടുക്കും. ഞരമ്പ് രോഗികൾക്ക് സുഖത്തിനുള്ള ഇത്തരം ഓരോ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തുറക്കാണ്. ഇത് ഞരമ്പ് രോഗികൾക്ക് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കാം, അള്ള നിഷിദ്ധാക്കിയതുമായി ഒറ്റപ്പെടാൻ അവസരം ലഭിച്ചാൽ യഥേഷ്ടം ഹറാമ് ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുക, നിങ്ങൾ ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. ഏത് ഏർപ്പാടും അള്ള ഹറാമാക്കിയതാണെന്ന് നമുക്കറിയാം. ഏറെക്കുറെ എല്ലാവർക്കും അറിയാം ഒരു കാര്യം ഹറാമാണെന്ന് അറിയാം, ഇത് ചെയ്യാൻ പാടില്ല എന്നറിയാം. എന്നാൽ അവസരം കിട്ടുമ്പോൾ ചെയ്താൽ അവർ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അള്ളാന്റെ കാര്യത്തിൽ അവർക്ക് ഒരു പേടിയില്ല. പടപ്പുകളെ പേടിച്ചിങ്ങനെ നടക്കുക, അവസരം കിട്ടിയ ഹറാമയ്യ. പടച്ചോനെ ഒരു പേടിയില്ലാതെ നടക്കുന്ന ആളുകൾ, അത്തരം സ്വഭാവക്കാർ, അവർ വിചാരം പോലെ ഇങ്ങനെ അള്ളാനെ വിഡ്ഢിയാക്ക എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അവരെ തന്നെ വഞ്ചിക്കുന്ന ആത്മവഞ്ചകരാണ് എന്നാണ് കപടവിശ്വാസികളോടുള്ള വിശുദ്ധ ഖുർആനിന്റെ രീതി എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ സ്വഭാവം നമുക്ക് പാടില്ല. വലിയ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമത്തത് ഇതേപോലെ നമ്മൾ ഗൗരവമായി കാണേണ്ട വിഷയം, ഇപ്പൊ നിസ്കാരം എല്ലാവരും നിസ്കരിക്കലുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ചില വഖ്ത് നമസ്കാരങ്ങൾ ചിലർ ബോധപൂർവം നഷ്ടപ്പെടുത്തും. അതിൽ പെട്ടതാണ് അസ്ർ നമസ്കാരം. ഇപ്പം സ്കൂള് വിട്ട് കോളേജ് വിട്ട് ജോലി സ്ഥലം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താണ്, നമുക്ക് നിസ്കരിച്ചിട്ടില്ല അറിയാം. നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴി പള്ളികളുണ്ട്, പള്ളിയിൽ കയറുന്നില്ല, നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാന്ന് പറയാം. വീട്ടിലെത്തുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു അതിഥിയുണ്ട്. നമ്മൾ ആ അതിഥിയായിട്ട് സംസാരിക്കും, ഓലെ കൂടെ ചായ കുടിക്കും, അവരെ പറഞ്ഞേക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും തിരക്കുകളിൽ പെടും. അവസാനം അസ്ർ നിസ്കരിക്കാത്ത അവസ്ഥ പല ആളുകൾക്കും ധാരാളം ഉണ്ട്. അപ്പോൾ ഒരു നേരത്തെ നിസ്കാരമല്ലേ എന്നല്ല, 5 വക്ത് നമസ്കാരങ്ങൾക്കെല്ലാം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യങ്ങളുടെ കൂടെ അസ്ർ നമസ്കാരത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സ്വലാത്തുൽ വുസ്ത എന്നാണ് ആ നമസ്കാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. അബുൽ മലീഹ് ബിൻ ഉസാമത്തുൽ ഹുദലി എന്ന ഒരു താബിഈ, അദ്ദേഹം തൻ്റെ കൂടെയുള്ള ആളുകളോട് ഒരിക്കൽ വിശദീകരിക്കുകയാണ്. കാനു മഅ ബുറൈദത്ത് ബിൻ ഹുസൈബുൽ അസ്ലമി ഫി അസ്വ. സ്വഹാബിയായ ബുറൈദ റളിയല്ലാഹുവിന്റെ കൂടെ ഞങ്ങളൊരു യുദ്ധത്തിലായിരുന്നു. ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അന്ന് മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ്, വൈകുന്നേരം മേഘം മൂടിയ ഒരു ദിവസമാണ്. ആ സമയത്ത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ബക്കിറൂ ബിസ്സലാ, നിങ്ങൾ നിസ്കാരം വേഗം നിർവഹിക്കുക. ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ തറക സ്വലാത്തൽ അസ്ർ ഹബിത അമലുഹു. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ അസ്ർ നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ, പാഴാക്കിയാൽ അയാളുടെ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും, നിഷ്ഫലമാകും എന്ന്. ഒരു യുദ്ധത്തിലാണ്. അപ്പൊ യുദ്ധമാണ് എന്ന് പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കരുത്, യുദ്ധത്തിന്റെ പ്രതിഫലം കൂടി നഷ്ടപ്പെടും, നിസ്കാരം പാഴാക്കരുത് എന്ന് ഒരു സ്വഹാബി യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ വിശദീകരിച്ചത് താബിഈ രേഖപ്പെടുത്തിയത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവമുണ്ട്. അഹ്സാബ് യുദ്ധം നടക്കുകയാണ്. അഹ്സാബ് യുദ്ധം നടന്നപ്പോൾ അന്ന് ശത്രുക്കളുമായി ഉഗ്രമായ യുദ്ധമാണ്. ആ യുദ്ധത്തിനിടയിൽ അസ്റിന്റെ സമയം ഇങ്ങനെ തീർന്ന് സൂര്യാസ്തമയം കഴിഞ്ഞിട്ടാണ് അന്ന് അസ്ർ നിസ്കരിക്കാൻ അവസരം കിട്ടിയത്. അത്ര പ്രശ്നമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ ഒരു പ്രാർത്ഥന നടത്തി. മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ ശഗലൂന അനി സ്വലാത്തിൽ വുസ്ത ഹീന ഗാബത്തി ശംസ്. ഈ അഹ്സാബ് യുദ്ധത്തിൽ യുദ്ധം കാരണം നമ്മുടെ നമസ്കാരം നഷ്ടപ്പെടുത്തിയ ആളുകൾ അവരുടെ വീട്ടിലും ഖബറിലും അല്ലാഹു അഗ്നി നിറക്കട്ടെ, തീ നിറക്കട്ടെ എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശാപ പ്രാർത്ഥന നടത്താണ്. ചരിത്രം പരിശോധിച്ചാൽ അറിയാം, റസൂലുള്ള നേർക്ക് നേരെ സംഭവിച്ച ഉപദ്രവങ്ങൾക്ക് പോലും ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ മടി കാണിച്ച ഒരുപാട് സന്ദർഭമുണ്ട്. പക്ഷെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടപ്പോ, അസ്ർ നമസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ റസൂലുള്ള പ്രാർത്ഥിച്ചത്, ഈ നമസ്കാരം എനിക്ക് നഷ്ടപ്പെടാൻ കാരണമായ ആളുകൾ, ആ ആളുകളുടെ വീട്ടിലും അവരുടെ ഖബറിലും അല്ലാഹു തആല തീ കൊണ്ട് നിറക്കട്ടെ എന്നായിരുന്നു. ആ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഭയത്തിന്റെ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ സന്ദർഭത്തിലുള്ള നമസ്കാര രീതി ആ ഘട്ടത്തിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നില്ല. അതിനുശേഷമുള്ള യുദ്ധം മുതൽക്കാണ് ഭയമുള്ള സന്ദർഭത്തിൽ രണ്ട് വിഭാഗമായി എങ്ങനെയാണ് ഖൗഫിന്റെ നമസ്കാരം, ഖൗഫിന്റെ സന്ദർഭത്തിലുള്ള നമസ്കാരം എന്ന് പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിക്കപ്പെടുന്നതും പ്രവാചകൻ പഠിപ്പിക്കുന്നതും. പക്ഷെ ഞാൻ ഈ സംഭവം വിശദീകരിക്കുന്നത്, ഒരു നിസ്കാരം, ആ നിസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ, ഏതായാലും നഷ്ടപ്പെട്ട് നിസ്കരിക്കുക എന്നത് മാത്രമല്ല, അതിന് കാരണമായത് ഒരു യുദ്ധ സന്ദർഭമാണ്. ആ യുദ്ധം ചെയ്യുന്ന, ആ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രതിയോഗികൾക്കെതിരെ റസൂലുള്ള പ്രാർത്ഥന നടത്താൻ മാത്രം ഗൗരവപ്പെട്ടതാണ് അസ്ർ നമസ്കാരം. ആ അസ്ർ നമസ്കാരം വലിയ ഗൗരവമാണ്. ഫഖദ് ഹബിത അമലുഹു, അയാൾ ആ ദിവസം ചെയ്യുന്ന അമലുകളൊക്കെ നിഷ്ഫലമാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ വിഷയവും ഗൗരവമായി നമ്മൾ കാണാം. നിസ്കരിക്കുക എന്നതിൻ്റെ കൂടെ നമസ്കാരം ഒരു വക്തും നഷ്ടപ്പെടുത്താതിരിക്കുക, പ്രത്യേകിച്ച് അസ്ർ നമസ്കാരം നഷ്ടപ്പെടുത്താതിരിക്കുക. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്താ അസ്ർ നിസ്കാരത്തിൻ്റെ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിക്കുന്നിടത്ത് പറയുന്നത്, ആ സമയം ആളുകൾ ഉണർന്നിരിക്കാണ്, അവർക്കറിയാം നിസ്കരിച്ചിട്ടില്ല എന്ന്, പക്ഷെ അവരോട് നിസ്കരിക്കണില്ല. പല പല കാരണങ്ങളാൽ ആ നമസ്കാരം വിസ്മരിക്കപ്പെടുന്ന, നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധ ബാധിക്കുന്ന സാഹചര്യമാണ് അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ വിഷയം പ്രത്യേകം ഗൗരവമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം, നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് നമുക്ക് പരലോകത്ത് ഗുണം ലഭ്യമാകുന്നതിനുള്ള കാരണങ്ങളാവണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അമലുകൾ പൊളിഞ്ഞു പോവും, അതിൻ്റെ നന്മകൾ നമുക്ക് നഷ്ടപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത് ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രംഗത്ത് ആവശ്യമായ സൂക്ഷ്മത നിലനിർത്തി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ ആവുമ്പോൾ ഒരു ജുമാ ദിവസം കൂടിയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, നമ്മുടെ രാജ്യം ഒരു ഇന്ത്യയായി നിലനിൽക്കാൻ, ഈ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾ അത് നിലനിൽക്കണമെങ്കിൽ മതേതര കാഴ്ചപ്പാടുള്ള ആളുകൾ അധികാരത്തിലുണ്ടാവണം എന്നത് നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായും ആ രംഗത്ത് നമ്മുടെ ഇടപെടലുകളും പ്രാർത്ഥനകളും നമ്മുടെ വോട്ടുകളുമൊക്കെ ആ രീതിയിൽ ആയിരിക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ കാര്യം, ജുമാ ദിവസമാണ് ഇലക്ഷൻ എന്നതുകൊണ്ട് ജുമാ നഷ്ടമാവുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പൊ പോളിങ്ങിന്റെ സമയം, പോളിംഗ് ബൂത്തിൽ എത്ര ആളുകൾക്ക് വോട്ടുണ്ട്, അതൊക്കെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സമയമുണ്ട്. എന്നാലും നമ്മളൊരു ജുമാ കാരണം വോട്ട് ചെയ്യാനുള്ള സമയം നഷ്ടപ്പെടണ്ട എന്ന നിലക്ക് പല മഹല്ലുകളും ജുമാന്റെ സമയം പരമാവധി ക്രമീകരിച്ച് ഈ വോട്ടിന്റെ, ഇലക്ഷന്റെ പ്രാധാന്യം ആളുകളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനർത്ഥം ഇലക്ഷൻ്റെ അന്ന് ജുമ ആവശ്യമില്ല എന്നല്ല. ആ പോളിംഗ് ബൂത്തിന്റെ പരിസരത്ത് പ്രത്യേകിച്ച് ഏർപ്പാടൊന്നുമില്ലാതെ സ്വറ പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ, അല്ലാ ജുമാന്റെ സമയമായോ, ആ സാരല്ല എന്ന ഇലക്ഷൻ അല്ലേ, കുഴപ്പമില്ല എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഇസ്ലാമിൽ ഇല്ല എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കാം.
ചില ആളുകൾക്ക് ഉദർ കൊടുക്കേണ്ടി വരും. ഇപ്പൊ പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥര്, അതേപോലെ ആ നിലയ്ക്ക് തങ്ങളെ ബൂത്തിലുള്ള പോളിംഗ് 100% ആകണം എന്ന നിലയ്ക്ക് അതിന് ഇടപെടുന്ന സാമൂഹ്യ പ്രവർത്തകര്, ഒരു പക്ഷെ അവർക്കൊക്കെ ഒരുപാട് സമയം അവിടെ വ്യാപൃതരാകേണ്ട ആവശ്യമുണ്ടാവും. അവിടെ അള്ളാഹു ഉദർ അനുവദിച്ച ആളുകൾക്ക് ഉദറുണ്ട് എന്നതല്ലാതെ എലക്ഷൻ ദിവസം ജുമ വന്നു എന്നതുകൊണ്ട് ജുമ ഒഴിവാക്കുക, അന്ന് നേരം വൈകുക എന്ന് നമ്മൾ ഒരു കാരണവശാലും വിചാരിക്കരുത്. ജുമ ഇൻഷാ അല്ലാഹ് അതിൻ്റെ സമയത്ത് നടക്കും. പരമാവധി ഇലക്ഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ജുമക്ക് വരുന്നത് ഖതീബും മഹല്ലത്തെ ആളുകളും മാത്രമല്ല, പല ആളുകളുണ്ട്. അപ്പം എല്ലാവരുടെയും സൗകര്യം എന്ന നിലയ്ക്ക് ഖുതുബയുടെ ദൈർഘ്യമൊക്കെ ഒന്ന് കുറയും എന്നതല്ലാതെ എലക്ഷൻ എന്ന് പറഞ്ഞ ഖുതുബ ആവശ്യമല്ല എന്ന ഒരു മെസ്സേജ് ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാകരുത് എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കാം. മറ്റൊന്ന്, ഈ എലക്ഷന് നിർണായകമാണ് എന്നതുകൊണ്ട് വോട്ട് നഷ്ടപ്പെടുത്താതിരിക്കുക. നമുക്ക് വോട്ടുള്ള ആളുകളുടെ മുഴുവൻ വോട്ട് അത് കൃത്യമായി ഉപകാരപ്പെടും വിധം അത് ഉപയോഗപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്താം. രണ്ടാമത്തെ കാര്യം, ഇപ്പം ദുബായ്, ഒമാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ അവിടെ ഒരു മഴയുമായി ബന്ധപ്പെട്ട ഒരു കെടുതി, വലിയ നാശനഷ്ടങ്ങൾ ആ പ്രദേശങ്ങളിലുള്ളത് നമ്മൾ അറിഞ്ഞു കാണും. തീർച്ചയായും നമ്മളുമായി വ്യക്തിബന്ധമുള്ള, കുടുംബ ബന്ധമുള്ള ഒരുപാട് പ്രവാസികളുണ്ട്. അവരുമായി ഒന്ന് ബന്ധപ്പെടാനും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാനും അവരോടൊപ്പം നമ്മൾ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്കൊരു 50,000 ഉറുപ്പ്യ അറിയണമെങ്കിൽ അപ്പോൾ ഒരു പ്രവാസിനെ ഓർക്കുക, നാട്ടിലൊരു കല്യാണം, ഒരു ആശുപത്രി കേസ് ഉണ്ടാകുമ്പോൾ മാത്രമല്ല ചിന്തിക്കുക എന്ന ആ ഒരു പ്രവണത യഥാർത്ഥത്തിൽ ഒരു നന്ദികെട്ട രീതിയാണ് എന്ന് ഞാൻ പറയാതെ നമുക്ക് അറിയുന്നതാണ്. അവരെ വിഷമം, അവരെ പ്രശ്നം നമ്മൾ ചിന്തിക്കാം. ഏതെങ്കിലുമൊക്കെ റീലുകളിൽ ഏതെങ്കിലും ബംഗാളികൾ അവിടെ വെള്ളത്തിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കണ്ട് അവിടെ ഒരു പ്രശ്നമില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അതല്ലെങ്കിൽ IT പ്രൊഫഷണലുകൾക്കൊക്കെ വീട്ടിൽ വെച്ച് ജോലി ചെയ്യാവുന്ന വർക്ക് ഫ്രം ഹോം ചുറ്റുപാടുണ്ടാവും എന്ന് കരുതി എല്ലാ കൂട്ടർക്കും സൗകര്യമല്ല. ഈ രംഗത്ത് കനത്ത നഷ്ടങ്ങളുള്ള വലിയ സാമ്പത്തിക വെല്ലുവിളികൾ ഉയർന്നു വന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും അവരെ ചേർത്ത് നിർത്തേണ്ടത്, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകേണ്ടത് നമ്മൾ അവരോടൊപ്പം നമ്മുടെ വാക്കുകൾ കൊണ്ട് അവർക്ക് സമാശ്വാസം പകരേണ്ട ഒരു ഘട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രവാസം എന്നത് 70കൾക്ക് ശേഷം നമ്മുടെ ഈ നാട്ടിൽ സമൃദ്ധിയുണ്ടായതിന് പ്രവാസത്തോട്, പ്രവാസികളോട്, അറബ് നാടുകളോട് ഈ നാട്ടുകാർക്കുള്ള പ്രതിബദ്ധത കൃത്യവും വ്യക്തവുമാണ്. നമ്മുടെ നാട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ആ നാടുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച സഹായ ഹസ്തങ്ങൾ വലുതാണ്. നമ്മുടെ നാട്ടിലുള്ള പള്ളികൾ പോലും, നമ്മുടെ നാട്ടിലുള്ള ആശുപത്രികൾ പോലും പ്രവാസികളുടെ കൂടി അധ്വാനത്തിന്റെ ഫലമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. തീർച്ചയായും ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. തീർച്ചയായും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ ചേർത്ത് നിർത്തണം, അവരുടെ വിഷയങ്ങൾ അന്വേഷിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും ഇസ്ലാമിക ചരിത്രങ്ങളും അറിഞ്ഞ് പഠിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഭൗതിക ജീവിതത്തിൽ പലതരത്തിലുള്ള ക്ലേശങ്ങളും കെടുതികളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ നന്മകൾ സ്വീകരിക്കുകയും അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. ഭൗതിക ജീവിതത്തിലെ ഞങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ പൂവണിയുന്ന, ഭൗതിക ജീവിതത്തിൻ്റെ ഹസനത്തുകൾ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുസ്ലിം സമുദായം വ്യത്യസ്തമായ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും സങ്കീർണമായ സാഹചര്യങ്ങളുമുണ്ട്. അല്ലാഹുവേ, ഇസ്ലാമിക സമൂഹത്തിന് ഇസ്സത്തോടു കൂടി ജീവിക്കുവാൻ, പരീക്ഷണങ്ങളിൽ കാവൽ ലഭിച്ചവരായി ജീവിക്കുവാനുള്ള അവസരങ്ങൾ നൽകി
അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.